ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വീണ്ടും നമ്മളെ നൗഷാദ് ഖാൻ്റെ മലപ്പുറം ജില്ലയിലുള്ള നൗഷാദ് ഖാൻ്റെ ലിയ ഗാർഡൻസിലാണ് എത്തിയിട്ടുള്ളത്. NP ലിയ ഗാർഡൻസിലാണ് എത്തിയിട്ടുള്ളത്. ലൊക്കേഷൻ നമ്മൾ നേരെ NP ലിയ ഗാർഡൻസ് നേരെ വരും. ലിയ ഗാർഡൻ, അതായത് NP ലിയ ഗാർഡൻ. NP ലിയ ഗാർഡൻ അടിക്കുക. നേരെ സുഖമാണ്. ചെറുമ്പ് സ്കൂൾ പടി റോഡ് ഇങ്ങനെ പോരാ. ചെറുമ്പ് സ്കൂൾ പടി അതേമാതിരി വയമ്പള്ളൂര് കൂട്ടങ്കാട് വയമ്പള്ളൂർ ഇങ്ങനെ വരുമ്പോൾ 700 മീറ്റർ ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് തെക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ട് റബ്ബറൈസർ 700 മീറ്റർ എത്തിയാൽ ഇവിടെ എത്തി. മലപ്പുറം ജില്ലയിലാണ് NP ലിയ ഗാർഡൻ നേരെ വരും. ലൊക്കേഷൻ കിട്ടും. അതെ, 800 റുപ്യ ഉള്ള നമ്മളെ ഈ ഒരു വലിയ സൈസിന് 800 റുപ്യ. 800 റുപ്യ നിങ്ങളെക്കാളും വലിപ്പമുണ്ട്. അപ്പൊ വലിയ തൈ കൊണ്ടൊക്കെ നല്ല ഉഷാർ, നല്ല വലുതൊക്കെ ആണ് ഇതിന്റെ പേരുള്ളത്. ഒക്കെ 800 തന്നെ ഉള്ളൂ. ഈ വലിപ്പമുള്ളതൊക്കെ 800 തന്നെ. 800 ഉള്ളൂ. വെരിഗേറ്റഡ് ഫ്ലോറിഡ ഇതെന്ന് പറയും. അത് ഇപ്പോഴും 1000 റുപ്യന്റെ മേലെ 1500 കുത്തുന്നവരുണ്ട്. ഈ സാധനം 1500 പുറത്ത് വെക്കുന്നവരുണ്ട്. നിങ്ങൾ എത്ര 1000 റുപ്യക്ക് 500 റുപ്യ വ്യത്യാസത്തിലൊക്കെ കൊടുക്കുക അല്ലെ? നമ്മൾ വാങ്ങി കൊടുത്തിട്ട് ആ സ്ഥാനത്ത് നിലത്തുണ്ടായിക്കാണ്ട് പറിച്ചുകാണ്ട് ഇപ്പോഴും 1500 വെക്കുന്നവരുണ്ട്. നമ്മളത് ഞാൻ പറഞ്ഞു നിലത്തുണ്ടായി പറിച്ച് നമ്മൾ 500 റുപ്യക്കാവും. യാതൊരു അംശമില്ല. ഈ കൊലം വെട്ടി കഴിഞ്ഞാൽ നമ്മൾ 500 തരും കൊടുക്കാം. അതേമാതിരി നമുക്ക് ബ്ലൂ ജാവ ഇതൊക്കെ 2000 റുപ്യക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഈ സാധനം അത് നമ്മളൊക്കെ സാധനമായാലും വില കുറക്കും. ബെഡായിട്ടുള്ള നാംഡോക്കുമായിന്റെ ഒരു തൈകളപ്പം നൗഷാദ് എടുത്തോണ്ടിരിക്കുന്നത്. വണ്ണം കണ്ടില്ല, ബെഡ് മരം നല്ല കടവണ്ണം 300 റുപ്യ ഒരു പാക്കിന്. 300 റുപ്യ ബെഡ്. ഇതിന് വീഗ്രാഫ്റ്റ് ഉണ്ട് 250 റുപ്യ. 250 റുപ്യ. കുളമ്പിന്റെ കാഴ്ച നിൽക്കുന്ന മാവിന്റെ പ്ലാന്റ് ഇപ്പം നമ്മൾ കാണുന്നത് 800 റുപ്യത്തിന്റെ വില. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണത്. നൗഷാദ് എടുക്കുന്ന സാധനം ഏതാ? യൂജീനിയ വെരിഗേറ്റഡ്. 2 150 റുപ്യ. നിങ്ങളിപ്പോ ഒന്നും കൂടി റേറ്റ് കുറച്ച് നൗഷാദ്? ആൾക്കാർ കൊണ്ട് വെക്കട്ടെ. ശരി, അതെ അതെ അതെ, വില കുറവിൽ നമുക്ക് കിട്ടി എന്നുള്ള പറയില്ല. ഇപ്പൊ നമുക്കിപ്പോ നമ്മൾക്കിപ്പോ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ വലുതാക്കി വരില്ലേ, ഇങ്ങനെ വലുതാക്കി വരും. സ്റ്റോക്ക് നമുക്ക് ഒന്നായിട്ട് നല്ല വലിയ വലിയ ലോഡുകൾ ഒന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക, റേറ്റ് കുറച്ചിട്ട് അല്ലേ? അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് മനസ്സിലാക്കുന്നത്. ചക്കളൊക്കെ ഇപ്പൊ കഴിഞ്ഞാണ്. ചക്കളൊക്കെ ഇപ്പൊ മിഞ്ഞാന്ന് ഒരാള് കുടിക്കലിനായിട്ട് ഒരു കൊടുവള്ളിക്ക് അതേമാതിരി ഇന്നലെ തിരുവനന്തപുരത്തേക്ക് കയറിയാണ് കുറെ ചക്കുള്ളത്. അന്നലെ തിരുവനന്തപുരം കയറി. കാഴ്ച ഉണ്ടായിരുന്ന കൊണ്ടല്ലേ? 800 റുപ്യ ഉള്ള നമ്മളെ. ഈ ഒരു വലിയ സൈസിന് 800 റുപ്യ. 800 റുപ്യ. നിങ്ങളെക്കാളും വലിപ്പമുണ്ട്. അപ്പൊ വലിയ തൈ കൊണ്ടൊക്കെ നല്ല ഉഷാർ, നല്ല വലുതൊക്കെ ആണ് ഇതിന്റെ പേരുള്ളത്. ഒക്കെ 800 തന്നെ ഉള്ളൂ. ഈ വലിപ്പമുള്ളതൊക്കെ 800 തന്നെ. 800 ഉള്ളൂ. അറ്റുള്ളതും ഇതൊക്കെ ശരിക്കും കുറച്ച് മുന്നേ നല്ല വില ഇല്ലായിരുന്നോ? ഇതെന്താ വെച്ചാല് നമ്മള് 800 തന്നെ വിൽക്കണുള്ളൂ. 1200 1200 അങ്ങനൊക്കെ 1000 എന്നൊക്കെ പറഞ്ഞാണ്ട്. അല്ല, ഈ വലിപ്പമുള്ളത് ഞാൻ കുറച്ച് മുന്നേ ഇവിടെയൊക്കെ കുറച്ചും കൂടി വില ഉള്ളത് പോലെ തോന്നി എനിക്ക്. 1000 റുപ്യന്റെ മേലെ വിൽക്കുന്നുണ്ട് എല്ലാവരും. 1000 എന്തായാലും ഉണ്ട് അല്ലേ? 1000 റുപ്യന്റെ മേലെ ഉണ്ട്. അത് നല്ല വലിപ്പമുണ്ടല്ലോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം. ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉഷാക്കേണ്ടത്. കച്ചവടമാണ് വലുത്. സാധനം കുറച്ച് വില കുറച്ചിട്ട് കസ്റ്റമർ എന്താ വെച്ചാല് അവര് നമുക്ക് എന്നാലും നമുക്ക് ഒരു ഇതുണ്ടാവും. നമ്മള് ഫോണൊക്കെ പാടാകുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. കാരണം ചിലപ്പോ തിരുവനന്തപുരം നമ്മള് ഇന്നലെ നമ്മൾ ചെറുവണ്ടി ആയിട്ട് പോകാനൊക്കെ എത്തി. കഴിഞ്ഞ നോൻപിന് മുന്നേ നോൻപ് 15 20 പോയതായിരുന്നു. ഇപ്പൊ 2ാം ട്രിപ്പ് വന്നത് ചെറുവണ്ടി ആയിട്ട് പോകാനൊക്കെ എത്തി. വല്യന്റെ തന്നെ ഫുള്ളായി, ചെറുവണ്ടിക്കുള്ള സാധനമായി ഓർഡർ. കാരണം വെച്ചാൽ തിരുവനന്തപുരം അങ്ങനെ പോകുമ്പോ ഒന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്ക് 10 മണിയൊക്കെ അമ്മയിരുന്ന തിരുവനന്തപുരം കടട്ടുള്ളത്. അതൊക്കെ നമുക്ക് സൗകര്യം കഴിയൂല. നമുക്ക് നടക്കണ കാര്യം അത് നടക്കണ നമുക്ക് എല്ലായിടത്തും പോയി ഇങ്ങനെ കടടാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ ഉള്ളത് നിങ്ങൾക്ക് ശരിക്കും കൊണ്ടുനടക്കാൻ പറ്റില്ല. ഇതാകുമ്പോ നമുക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് വാടക വേണ്ട. മറ്റു വാടകനെ ചടക്കും വേണം. പിന്നെ അതിൽ എക്സ്ട്രാ പണിക്കാരും വേണം. നമ്മളെന്നെ അല്ല, ഈ വാടക കൊടുക്കുമ്പോ നമ്മൾ ഒന്നും കൂടി വില കൂട്ടേണ്ടി വരും. ഇതാകുമ്പോ നമുക്ക് വില പരമാവധി കുറച്ച് കൊടുക്കാൻ പറ്റും നമ്മളെ സ്ഥലത്ത് തന്നെ ആവുമ്പോ. വാടക കൊടുത്ത് നമ്മൾ അനുഭവിച്ചല്ലേ. കുറെ സ്ഥലത്ത് നമ്മൾ അവിടെ ചട്ടിപ്പറമ്പൊക്കെ നമുക്ക് ഉണ്ടായിട്ടല്ലേ. ശരി, ഇട്ടെറിഞ്ഞു പോകുന്നു. 600 രൂപ ദിവസം വാടക കൊടുക്കുമ്പോ ചിലപ്പോ ചില 600 വിൽക്കൂല. വാടക കൊടുക്കണ്ടേ? അത് ശരിയാണ്. വാടക എല്ലാം കൂടി കൊടുക്കുമ്പോ നമ്മള് സ്വാഭാവികമായിട്ട് സാധനങ്ങൾക്ക് വില കൂട്ടാനും പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ആവുമ്പോ അത്യാവശ്യം റേറ്റ് കുറച്ച് നൗഷാദ് കൊടുക്കാൻ പറ്റും. പിന്നെ ഫോൺ എടുക്കാത്ത കംപ്ലൈന്റ് പറഞ്ഞത് അത് നിങ്ങൾ ഒന്നും തോന്നരുത്, നൗഷാദ് തിരക്കായ കാരണമാണ്. വേറെ നമ്പർ നമുക്ക് ആഡ് ചെയ്യണ്ടേ. എന്താ വെച്ചാൽ ഒരു സ്റ്റാഫ് ഉണ്ട് ഇപ്പൊ ഫോൺ എടുക്കാനൊക്കെ ആയിട്ട് ഉണ്ട്. അവര് വരുന്ന ടൈം 9 മണി കഴിഞ്ഞിട്ടാ വരിക. വൈകുന്നേരം 6 നേരം ഉണ്ടാവും. ആ ടൈമില് ഓണാക്കുക, അല്ലെങ്കിൽ ഫോൺ വേണമെങ്കിൽ ആ ടൈമിൽ ഓണാക്കണം. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും. ഓഫ് ആക്കി ടൈം ആക്കണം. അപ്പൊ ആ സമയത്തിനുള്ളിൽ വിളിച്ചെടുക്കും. അപ്പൊ അങ്ങനെ ഒരു നമ്പർ നിങ്ങൾ പുതുതായിട്ട് വെക്കാൻ പോവാ? ഉണ്ട്. ആയിക്കോട്ടെ, ആ നമ്പർ നമുക്ക് കൊടുക്കാം. വെരിഗേറ്റഡ് ഫ്ലോറിഡ ഇതെന്ന് പറയും. അത് ഇപ്പോഴും 1000 റുപ്യന്റെ മേലെ 1500 കുത്തുന്നവരുണ്ട്.
ഈ സാധനം ആ. 1500 പുറത്ത് വെക്കുന്നവരുണ്ട്. ഉണ്ട് ഉണ്ട് നിങ്ങൾ എത്ര രൂപ? രൂപ കൊടുക്കും 1000 രൂപയ്ക്ക് ആ. 500 രൂപ വ്യത്യാസത്തിലൊക്കെ കൊടുക്കുക അല്ലേ? നമ്മൾ വാങ്ങി കൊടുത്തിട്ട് ആ ആ ആ. ആ സ്ഥാനത്ത് നിലത്തുണ്ടായിക്കാണ്ട് പറിച്ചുകാണ്ട് ഇപ്പോൾ 1500 വെക്കണോലുണ്ട്. നമ്മളത് ഞാൻ പറഞ്ഞു നിലത്തുണ്ടായി പറിച്ച് നമ്മൾ 500 രൂപയാക്കാം. ആക്കാ യാതൊരു അംശമില്ല. ഈ കൊലൻ വെട്ടി കഴിഞ്ഞാൽ നമ്മൾ 500 തരും കൊടുക്കാം. ആ. അങ്ങനെ വാങ്ങിക്കൊടുന്ന് വിൽക്കുന്നവരുണ്ട്, 1500 രൂപ കൊടുക്കുന്നവരുണ്ട്. അല്ല ഞാൻ വാങ്ങി കൊടുന്നിട്ടാണ് ഇപ്പൊ നമ്മൾ 1000 രൂപ വെക്കുന്നത്. വെക്കുന്നത് ആ ആ ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നവരുണ്ട്. 1500 2000 വെക്കണോലില്ലേ? ഓ ഉണ്ട് അല്ലേ? അപ്പൊ അത്രയും വ്യത്യാസത്തിലെ കൊടുക്കുന്നത് നിങ്ങള്. ഇതിപ്പോ നിങ്ങള് സ്വന്തമായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുറയ്ക്കും. ഒന്നുകൂടി കുറയും. അപ്പൊ നമ്മളത് ഇൻഷാല്ലാ നമ്മളത് കൊലായി വെട്ടിയായി നമ്മളാവുമ്പോ നമുക്ക് 500 കൊടുക്കണം. 500 കൊടുക്കാം. ആൾക്കാർ കൊണ്ടുവെക്കണം. അതേപോലെ നമുക്ക് ബ്ലൂ ജാവ ഇതൊക്കെ 2000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. ഈ സാധനം അത് നമ്മൾ നമ്മളൊക്കെ സാധനമായാലും വില കുറയ്ക്കും. അത് നമ്മളെന്നെ ഉണ്ടാക്കാൻ വില കൂട്ടണ പറയും നമുക്ക്. അത് പോയിന്റ് ആയിട്ടുള്ള കാര്യമായിട്ടത് ശ്രദ്ധിക്കണം. വില കുറച്ച് കൊടുക്കും. അതെ അതെ അത് ശരിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ നല്ലോണം റേറ്റ് കുറച്ച് കൊടുക്കുന്ന പറയുന്നത്. ആ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനമാണ്. അപ്പൊ അതാവും നമ്മൾ അവിടെ കൊടുക്കേണ്ട വിലയും കൂടിയും കണ്ടിട്ടേ ലാഭമിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. റെഡ് ലേഡി പപ്പായായിട്ട് നമ്മൾ കാണുന്നത് ഇത് നമ്മള് ഇങ്ങനെ തന്നെ 140 300 140 3 100 രൂപ. വലുതുണ്ട് ഉയരം വേണ്ടവർക്ക്. കുറച്ച് വലിയ സൈസും ഉണ്ട് കേട്ടോ. കുറച്ച് ഉയരമുള്ള അതൊക്കെ എന്താ അവ അങ്ങനെ ഒരെണ്ണം 40 300 300. ചെറുതിന് വലുതിന് ഒരേ വില കൊടുക്കുന്നത്. അപ്പൊ പക്ഷേ ആൾക്കാർ വലുതാണല്ലോ എടുത്തോണ്ട് പോവാ. പെട്ടെന്ന് വന്നോട്ടാ. വലിയ വലിയ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, ചെറുതുണ്ട്. അപ്പൊ വലുത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് എടുത്തോളൂ. ഏതാണ് സാധനം? സാധാരണ ഇപ്പൊ നമ്മള് കൊണ്ടുവരുന്നല്ല. കാരണം സാധാരണ 30 രൂപ 50 രൂപയ്ക്ക് വലിപ്പുള്ള കവർ കിട്ടും. നമ്മള് വിറ്റീന് 50 രൂപ നമ്മൾ വിറ്റീനു. പക്ഷെ ഇത് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എന്താ വെച്ചാല് നല്ലോണം കായ പിടിച്ച് നമ്മളിപ്പോ വിറ്റ് കൊടുത്തോലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. ഒക്കെ ചെറിയ ദിമത്തിന് എപ്പോഴും കായ പിടിച്ചു ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ ഇടുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് ഒരു ദിവസം നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ ഇട്ടിക്കാണ്ട് നമുക്ക് കാണിക്കാം. കാരണം എന്താ വെച്ചാൽ എല്ലാതും കായ പിടിച്ചു നിലത്ത് വെച്ചോലത്തും റൂമിൽ വെച്ചോലത്തും ഒക്കെ കായ പിടിക്കുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് ഈ സാധനം പറഞ്ഞത്. ബഗുവ ഇത് വില ഉണ്ട് 200 രൂപ ഉണ്ട്. 200 രൂപ സാധാരണ 50 രൂപ ഉള്ളൂ. സാധാ ആകുമ്പോ 50 രൂപ ഉള്ളൂ അല്ലേ? അതാണ് കൂടുതൽ പോവാ. നമുക്ക് തായുണ്ട് ഏറ്റവും മൂവിങ് ഉള്ള സാധനമായിട്ട്. അത് ബഗുവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. പെട്ടെന്ന് കായ്ക്കുന്ന സാധനമാണിത്. അതാണ് ഏറ്റവും മൂവിങ് ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഒരുപാട് പോയിണ്ടല്ലോ. ഇതെന്താ സാധനം? നമ്മള് വിക്സ് തുളസി. വിക്സ് തുളസി ഒരല മതി തൊള്ളി കിട്ടാല്. വിക്സിന്റെ ഒരു ഇതുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? 300. 300 ഇത്. പിന്നെ അതിന്റെ മധുര തുളസി ഉണ്ട് 300. മധുര തുളസി അതെവിടെ? ഈ സൈസ് ഇതാ മധുര തുളസി. ഇത് ശരിക്കും വിക്സ് തന്നെ ഉള്ള. ഞാൻ ഈ ലീഫ് കഴിച്ചപ്പോ ഭയങ്കര തന്നെ ഉള്ള വിക്സിന്റെ നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഉമ്മിക്കരിയൊക്കെ ഉണ്ടാക്കിയ പഴയ ഉമ്മിക്കരിയൊക്കെ ഇട്ട് അയക്കൊക്കെ പൊടിച്ച് കൂട്ടിയാൽ നല്ല ഇതാവും. ശരി. ഇത് എത്ര വില? ഇത് 300. ഇത് 300 തന്നെ. 140 രൂപ. 140 രൂപ. പിന്നെ നമ്മൾ അരക്കാവുന നല്ല രസമുള്ള പേരക്കാണ്. ഇതില് അരക്കാവുന ഇതിന്റെ ടേസ്റ്റ് അങ്ങനെ പേര് പറയും. പിന്നെ ഫോറസ്റ്റ് പർപ്പിൾ കൂവ പറയും. ഇങ്ങനെ നിറത്തില വരിക. എപ്പോഴും എല്ലാം കായ പിടിക്കും. പഴുക്കുമ്പോ ഇങ്ങനെ കളർ ഒരു വയലറ്റ് കളറിൽ വരും അല്ലെ? പർപ്പിൾ കളർ. പച്ച ആവുമ്പോ ഈ ഒരു അതന്നെ സാധാ പച്ച കളർ തന്നെ. ഇത് 200 രൂപ ഉള്ളു. ഇതിന്റെ വലുത് കണ്ടോ 300 ഉണ്ട്. വലുത് 300 ഉണ്ട്. ചെറുതുണ്ടായ 100 ഉണ്ട്. 100 വരും അറിയില്ല. ഇതൊക്കെ കായ്ക്ക് എത്ര സമയം എടുക്കും? ഇത് 2 കൊല്ലം. ഈ ഒരു സൈസിന്ന് 2 സമയം എടുക്കും. 2 കൊല്ലം സമയം എടുക്കും അല്ലെ? ഓക്കെ. പിന്നെ നമ്മളെ ഹൈബ്രിഡ് കറിവേപ്പുണ്ട്. ഹൈബ്രിഡ് കറിവേപ്പില നമ്മളെ ചൈനീസ് അല്ല കേട്ടോ. ചൈനീസ് എന്താ വെച്ചാൽ ഒരു ഫംഗസ് വരികയാണ്. അത് ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോ ഒന്നായിട്ട് മരം ഉണങ്ങാണ്. നമ്മളിവിടെ ബെഡ് ചെയ്ത് വെച്ചിരുന്നു. നമ്മളെ വലിയ മരത്തുമ്പോ നമ്മള് ബെഡ് ചെയ്താണ് വെച്ചിരുന്നു. അവർ പൊടിയിൽ വന്നിക്കാണ്ട് ആകെ അല്ലാണ്ട് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. വെറുതെ വലിയ ഇത് അങ്ങനെ പ്രശ്നം വരില്ല. അല്ല ഇത് കാണാനും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് നമുക്ക് മറ്റേത് പറഞ്ഞാലോ എപ്പോഴും ഇതാണ് മരുന്നടിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇത് എത്ര വില? ഇത് 50 രൂപ ഉള്ളൂ. ഒരു പാക്കറ്റ് 50 രൂപ. നല്ല സ്മെല്ലും ഉണ്ടാവും അല്ലേ? ബെഡായിട്ടുള്ള നാംഡോക്കുമായിന്റെ ഒരു തൈകളപ്പം നൗഷാക്ക എടുത്തോണ്ടിരിക്കുന്നത്. വണ്ണം കണ്ടില്ല ബെഡ് മരം. നല്ല കടവണ്ണം. 300 രൂപ ഒരു പാക്കറ്റിന്. 300 രൂപ ബെഡ്. ഇതിന് വി ഗ്രാഫ്റ്റ് ഉണ്ട് 250 രൂപ. 250 രൂപ. ഈ കാണുന്ന കുളമ്പ അല്ലെ? കുളമ്പ് കാഴ്ച ബുഷായ കുളമ്പുണ്ട്. ഈ ഒരു 800. ഇത് 800 തന്നെ. കുളമ്പിന്റെ കാഴ്ച നിൽക്കുന്ന ഒരു മാവിന്റെ പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് 800 രൂപ വില. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണത്.